എന്നിവർ. ചർച്ചയിൽ ആദ്യം ഞാൻ സലീമിലേക്ക് പോവുകയാണ്. ഷെയ്ഖ് സലീം, ഇവിടെ ഞങ്ങൾ സാധുക്കളായതുകൊണ്ട് ഞങ്ങളുടെ കണ്ണുനീരിന് വിലയില്ലാതെ അങ്ങനെ ഇല്ലല്ലോ എന്ന് താങ്കൾ പറയുന്നുണ്ടായിരുന്നു. എന്തുകൊണ്ടാണ് 2 കൊലപാതകങ്ങളിൽ 2 തരം നീതി എന്ന ഗുരുതരാരോപണം ഷാന്റെ കുടുംബം താങ്കളടക്കം ഉന്നയിക്കുന്നത്? ശ്രീ സലീം. ഇപ്പോൾ ഒരേ ദിവസം നടന്ന 2 കൊലപാതകങ്ങളാണ്. ഏതാണ്ട് മണിക്കൂറുകളുടെ വ്യത്യാസത്തിൽ നടന്ന 2 കൊലപാതകങ്ങൾ. അതിൽ എൻ്റെ മകനെ ഏതാണ്ട് 40ഓളം മുറിവുകളേറ്റ് കാറ് കൊണ്ടുവന്നിടിച്ച് കൊല്ലുക എന്നുള്ള ഉദ്ദേശത്തോടുകൂടെ കൊല ചെയ്തതാണ്. ഞാൻ ഒരു സാധാരണ ഓട്ടോറിക്ഷ ഡ്രൈവറാണ്. മറുഭാഗത്ത് കൊല ചെയ്യപ്പെട്ട രഞ്ജിത്ത് ശ്രീനിവാസൻ സാമ്പത്തികമായും രാഷ്ട്രീയമായും സ്വാധീനമുണ്ട്. എൻ്റെ മകൻ കൊല ചെയ്യപ്പെട്ടതിന് ശേഷം നടന്ന ആ രഞ്ജിത്ത് കൊലപാതകത്തിൽ ഇപ്പോൾ വിധി വന്നു കഴിഞ്ഞിരിക്കുകയാണ്. ആ വിധി വന്നു കഴിഞ്ഞതിന് ശേഷം, ആ വിധി വരും എന്ന് പ്രഖ്യാപിച്ചതിന് ശേഷം ആണ് എൻ്റെ മകന് പ്രോസിക്യൂട്ടർ നിയമിച്ചത്. അതായത് രാഷ്ട്രീയ സ്വാധീനമില്ലാത്തവരുടെ ഒക്കെ നീതി കിട്ടുന്നുണ്ടോ എന്നുള്ളൊരു ചോദ്യചിഹ്നം അവശേഷിക്കുക തന്നെയാണ്. ഇതുപോലുള്ള മീഡിയകളാണ് സത്യത്തിൽ ഞങ്ങളെപ്പോലുള്ളവർക്കൊരു ആശ്രയമാകുന്നത്. എവിടെന്നും നീതി കിട്ടേണ്ട സാധാരണക്കാരന് നീതി കിട്ടുന്നില്ല എന്ന് തോന്നുമ്പോൾ അവനുണ്ടാകുന്ന ഒരു വേദന, ആ വേദന വല്ലാത്തതാണ്. അത് മനസ്സിലാക്കുവാൻ ഉദ്യോഗസ്ഥരും നീതിപീഠങ്ങളുമൊക്കെ തയ്യാറാകണം. കാരണം ഇതെൻ്റെ മാത്രം ആവശ്യമായി ഞാൻ ഉന്നയിക്കുന്നതല്ല. എൻ്റെ മകൻ എനിക്ക് നഷ്ടപ്പെട്ടു, അതിനോടൊപ്പം തന്നെ വേറൊരു കുടുംബത്തിനും ഒരു നഷ്ടമുണ്ടായി. പക്ഷേ രണ്ടും തുല്യതകളുള്ള കൊലപാതകമാണ്. ഇപ്പം ഷാന് 2 പെൺമക്കളാണ്, പിഞ്ചു മക്കളാണ്. ഇപ്പോൾ 7 വയസ്സും 13 വയസ്സും. അവൻ കൊല ചെയ്യപ്പെടുമ്പോൾ 5 വയസ്സും 11 വയസ്സും. അപ്പോഴാ കുഞ്ഞുങ്ങൾക്കും രഞ്ജിത്തിൻ്റെ കുഞ്ഞുങ്ങൾക്കും കണ്ണീര് ഒരുപോലെ. അവരിപ്പോൾ അച്ഛാന്ന് വിളിക്കുന്നു, എൻ്റെ മക്കൾ, എൻ്റെ ചെറുമക്കൾ, എൻ്റെ മോനെ വാപ്പാന്ന് വിളിക്കുന്നു. അത്രയും വ്യത്യാസം മാത്രമേ അതിൽ ഞാൻ കാണുന്നുള്ളൂ. എൻ്റെ ഭാര്യ അവൻ ഉമ്മാന്ന് വിളിക്കുന്നു, രഞ്ജിത്തിൻ്റെ അമ്മയെ അമ്മയെന്ന് വിളിക്കുന്നു. ഈ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഇവരുടെ എല്ലാ കണ്ണീറുകൾക്കും വേദനകൾക്കും രഞ്ജിത്തിൻ്റെ ശരീരത്തിന് ചീന്തിയ രക്തത്തിനും എൻ്റെ മകൻ്റെ ശരീരത്തിന് ചീന്തിയ രക്തത്തിനും തുല്യത തന്നെയാണ് ഞാൻ കാണുന്നത്. എൻ്റെ ആഗ്രഹം എന്ന് പറയുന്നത് ഹാഷിമി, ഈ കൊലപാതക രാഷ്ട്രീയം അവസാനിക്കുക എന്നുള്ളതിനെക്കുറിച്ചൊരു ചർച്ച ഉണ്ടാകുക എന്നുള്ളതാണ്. ഞാൻ എൻ്റെ മകനെ അതിനെക്കുറിച്ച് പറയുന്നത്, എൻ്റെ മകനെ അതിദാരുണമായ ശരീരത്തിൽ വെട്ടേറ്റി പ്രൊവിഡൻസിൽ കൊണ്ടുപോകുമ്പോഴാണ് ഞാൻ അവിടെ ചെല്ലുന്നത്. അതിൽ എൻ്റെ മകൻ്റെ ശരീരത്തെ മുറിവുകൾ ഏതാണ്ട് ഭയാനകമായ മുറിവാണ്. ഒരു പിതാവും അത് കാണാൻ ആഗ്രഹിക്കാത്ത മുറിവാണ് എൻ്റെ മോൻ്റെ ശരീരത്തുണ്ടായിരുന്നു. അതിൽ ആ മുറിവ് കണ്ടതിന് ശേഷം ഒരു ആഹാരം പോലും കഴിക്കാതെ ഞാൻ ഇവിടെ ലക്ഷോറിൽ പോയിട്ട് തിരിച്ച് അവന് രക്തസാക്ഷിയായെന്ന് തിരിച്ചറിഞ്ഞതിന് ശേഷമാണ് ഞാൻ എൻ്റെ സഹോദരൻ്റെ കാറിൽ വീട്ടിലേക്ക് മടങ്ങുന്നത്. അതിനുശേഷം രാവിലെയുള്ള ചാനലുകൾ വന്നപ്പോൾ എൻ്റെ മകൻ്റെ മയ്യത്ത് പോലും അടക്കുന്നതിന് മുമ്പ് ചാനലുകൾ എന്നെ സമീപിച്ചപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞത്, എൻ്റെ മകൻ കൊല്ലപ്പെട്ടതിന് മറ്റൊരു കൊലപാതകവും എനിക്ക് താല്പര്യമില്ലാത്തതാണ്, ഞാൻ പറഞ്ഞത്. അന്ന് താങ്കൾ കരഞ്ഞുകൊണ്ട് അത് പറഞ്ഞത് എനിക്ക് ഓർമ്മയുണ്ട്. അത് താങ്കൾ കരഞ്ഞുകൊണ്ട് അത് ഏറ്റെടുത്തു എന്ന് പറഞ്ഞത് എനിക്ക് ഓർമ്മയുണ്ട്. താങ്കൾ വിശാലമായൊരു മാനവിക ബോധത്തിൽ നിന്നാണ് മകൻ മരിച്ചു കിടക്കുന്ന തൊട്ട് പിറ്റേ ദിവസം അത്തരത്തിൽ ഇരുത്തം എന്ന വാക്കുകൾ പറയണമെങ്കിൽ ഉള്ളിൽ കിടക്കുന്ന മനുഷ്യസ്നേഹമാണ്. ഷെയ്ഖ് സലീം, താങ്കൾ CPIയുടെ താങ്കളുടെ രാഷ്ട്രീയം മകൻ്റെ രാഷ്ട്രീയമായി ഭിന്നമാണ്. CPIയുടെ LC സെക്രട്ടറി ആയിരുന്നു, AOIF നേതാവായിരുന്നു ഒരു സമയത്ത്. അതിനുശേഷം രാഷ്ട്രീയ കാലം കഴിയുന്നു. ഇപ്പോൾ ഓട്ടോ ഓടിക്കണം. എനിക്ക് തോന്നുന്നു ഇന്നും താങ്കൾ ഓട്ടോ ഓടിച്ചിട്ട് വന്നിരിക്കുകയാണ്. ഒരുപക്ഷെ 8 മണി മുതൽ 9 മണി വരെ സമയത്ത് ഇരിക്കുന്ന താങ്കൾ 2 ഓട്ടം ഒരുപക്ഷെ നഷ്ടപ്പെടുത്തിയേക്കും. ഷാൻ പോയതിനു ശേഷമുള്ള ജീവിതം എങ്ങനെയാണ് സലീം? ഇപ്പം എനിക്ക് ഹാഷ്മി 2 മക്കളായിരുന്നു, ഷാനും എൻ്റെ ഒരു മകളും. മകൾക്ക് 2 മക്കളുണ്ട്. എൻ്റെ മോനിപ്പം 2 മക്കളുണ്ട്, അവൻ്റെ ഭാര്യയുണ്ട്. ഏതാണ്ട് 8 പേരടങ്ങുന്നതാണ് എൻ്റെ കുടുംബം. ഈ കുടുംബത്തിൽ ഞങ്ങൾ സാധു കുടുംബമാണ്. യാതൊരുവിധ സാമ്പത്തിക ശേഷിയോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രാഷ്ട്രീയ സ്വാധീനങ്ങളോ ഒന്നുമില്ലാത്തൊരു കുടുംബമാണ്. ഞാൻ CPIയുടെ ലോക്കൽ കമ്മിറ്റി അഡീഷണൽ സെക്രട്ടറി ആയിട്ടും
AIYF താലൂക്ക് കമ്മിറ്റി മെമ്പറായിട്ടുമൊക്കെ വട്ടയാൽ, ആലപ്പുഴ വട്ടയാൽ ലോക്കൽ കമ്മിറ്റി അസിസ്റ്റൻ്റ് ആയിട്ടും AIYF താലൂക്ക് കമ്മിറ്റി മെമ്പറായിട്ടുമൊക്കെ പ്രവർത്തിച്ചിട്ടുണ്ട്. ആ ഒരു രാഷ്ട്രീയ, എനിക്ക് 6ാം സ്റ്റാൻഡേർഡ് വരെയുള്ള വിദ്യാഭ്യാസമേ ഉള്ളൂ. പക്ഷേ ഇവിടെ എനിക്ക് സംസാരിക്കാൻ ഉതകുന്നത് ഞാനൊരു കമ്മ്യൂണിസ്റ്റ് ആശയത്തിൽ വിശ്വസിച്ച് പ്രവർത്തിച്ചതിൻ്റെ ഫലമായിട്ടാണ്. അതിൽ ആ ഒരു മാനുഷികത വെച്ചാണ് ഞാൻ ഇപ്പോഴും സംസാരിക്കുന്നത്. ഞാനൊരു മുസൽമാനാണെങ്കിൽ പോലും പൊതുസമൂഹത്തോട് എനിക്കൊരു ബാധ്യതയുണ്ട്. അതെല്ലാം ഉൾക്കൊണ്ടുകൊണ്ടാണ് ഞാൻ സംസാരിക്കുന്നത്. കാര്യം ഇവിടെ എന്നെപ്പോലുള്ള സാധാരണക്കാരന് ഈ അനുഭവം ഉണ്ടാകരുത്. 8 പേർക്ക് വേണ്ടിയിട്ട് ഞാൻ ഓട്ടോറിക്ഷ ഓടി. എൻ്റെ മോൻ എനിക്ക് വല്ലാത്ത ആശ്രയമായിരുന്നു. എൻ്റെ കുടുംബത്തിൽ ഇത്രയും വിജ്ഞാനമുള്ളവൻ വേറെ ഇല്ലായിരുന്നു. 27 വയസ്സ് വരെ അവൻ SD കോളേജിൽ BSc പഠിക്കുമ്പോഴാണ് LLBക്ക് എൻട്രൻസ് എഴുതി കിട്ടുന്നത്. വലിയ പ്രതീക്ഷയോടുകൂടെ വളർത്തിക്കൊണ്ടുവരുന്ന മക്കളാണ്. രാഷ്ട്രീയം ആർക്കും പറയാലോ ആഷ്മി. രാഷ്ട്രീയം പറയുന്നതിന് എന്താ ഇവിടെ കുഴപ്പം? രാഷ്ട്രീയം പറഞ്ഞോട്ടെ, ആര് വേണേലും പറഞ്ഞോട്ടെ, അവരുടെ ആശയങ്ങൾ പ്രചരിപ്പിച്ചോട്ടെ. കൊലക്കത്തി എടുക്കാതിരുന്നാൽ പോരെ? ഒന്ന് ചെയ്യുമ്പോഴല്ലേ. ഇപ്പം എൻ്റെ മകൻ്റെ ഭാര്യ പറഞ്ഞൊരു വിഷയം വല്ലാത്തൊരു സുപ്രധാന വിഷയമാണ്. അതായത് ഈ ഷാൻ കൊല ചെയ്യപ്പെട്ടില്ലായിരുന്നെങ്കിൽ രഞ്ജിത്ത് കൊല ചെയ്യപ്പെടില്ലായിരുന്നല്ലോ എന്നൊരു വാക്ക് എൻ്റെ മോള് പറഞ്ഞ്. അതൊരു പ്രധാന വാക്കാണ്. അന്നേരം ഈ 2 കൊലപാതകത്തിൻ്റെ യഥാർത്ഥ ഉത്തരവാദികൾ ആരാ? ആദ്യം ഷാനെ കൊന്നവരല്ലേ യഥാർത്ഥ കുറ്റവാളികൾ. ഈ 2 കൊലപാതകം ഉണ്ടാകാൻ കാരണക്കാരവരാ. ആദ്യം ഷാനെ കൊല ചെയ്തവരാ. ഇത് കാണണ്ടേ സമൂഹം? ഇതൊന്ന് അവസാനിക്കണ്ടേ? കേരള ചരിത്രത്തിൽ ഇതുവരെയുള്ള രക്തസാക്ഷി കുടുംബങ്ങളെ ഒക്കെ നോക്കൂ. ഏതാണ്ട് സമാനമായ സാമ്പത്തിക പശ്ചാത്തലമാകും, ഏതാണ്ട് സമാനമായ ജീവിതാവസ്ഥകളാകും, അവർക്കുണ്ടായ നഷ്ടങ്ങൾ സമാനമാകും. ഞാൻ അങ്ങനെയൊക്കെ എത്താം ശ്രീ സലീം.